വെൽഫെയർ പാർട്ടിയുടെ സഖ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇന്ന് അവരവരുടെ നിലപാട് പ്രഖ്യാപിക്കണം. പക്ഷേ UDF-മായി സഹകരിക്കാൻ തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത്. അത് ലോങ് ടൈമിൽ എങ്ങനെ അത് നമുക്ക് അവർ എടുക്കുന്ന തീരുമാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പാർട്ടി ഓഫീസിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ പിന്തുണ ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താണ് അതിൽ ചെയ്യാനുള്ളത്? ഐക്യജനാധിപത്യ മുന്നണിക്ക് ഞാൻ പറയട്ടെ, ഈ മുൻകാലങ്ങളിൽ ഇവർ ആർക്കാ പിന്തുണ കൊടുത്തിരുന്നത്? അന്ന് ഇടതുപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റി? ഇടതുപക്ഷം വന്നിട്ട് ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടാതെ പറഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അവർ ഒരു വലിയ മതേതര പാർട്ടിയാണ്, അതുകൊണ്ട് അവർ നമ്മുടെ കൂടെ നിന്നു എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഞാനതാണ് എപ്പോഴും ചോദിക്കുന്നത്, ഈ സെലക്റ്റീവ് അമ്നീഷ്യ എന്ന് പറയുന്നത് എന്താണ്? ചിലത് മാത്രം ഓർക്കുകയും ചിലത് മാത്രം മറക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അവർ ചോദ്യം ചോദിക്കുകയും നമ്മൾ മറുപടി പറയുകയും ചെയ്യുന്ന പണി നിർത്തി ഇനി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം മാത്രമേ ഇതിൽ പ്രതികരിക്കേണ്ടതുള്ളൂ. എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ബന്ധമുണ്ടാക്കിയത്? എന്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ പല സ്ഥലത്തും നിങ്ങൾ ഒന്നിച്ചു ഭരിച്ചത്? അതിൻ്റെ മറുപടി പറഞ്ഞ ശേഷമേ ഇനി ഏതിനും മറുപടി പറയേണ്ടതുള്ളൂ. കാരണം അവർക്ക് ഒരു ന്യായവും നമുക്കൊരു ന്യായവും അല്ലല്ലോ. മഞ്ചേശ്വരത്തെ കഴിഞ്ഞ തവണ AK അഷ്റഫ് 730 ചില്ലറ വോട്ടുകൾക്കാണ് ജയിക്കുന്നത്. അതിന് മുൻപ് ഉണ്ടായിരുന്ന റബ്ബിച്ച 100 വോട്ടിൽ താഴെ 59 വോട്ടുകൾക്കായിരുന്നു ജയിച്ചത്. മഞ്ചേശ്വരത്തെ മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടി ഈ മുസ്ലിം സംഘടനകളൊക്കെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുന്നതിൽ ലീഗ് മുൻകൈ എടുക്കേണ്ടതായിരുന്നില്ലേ? അതില്ല, ഞാൻ പറയുന്നത് നമ്മൾ വെറും മുസ്ലിങ്ങളുടെ വോട്ട് വേണം. പിന്നെ അതിന് പുറമെ അവിടെ മറ്റ് മതസ്ഥരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വോട്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് വർദ്ധിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അത്. കാരണം പൊതുസമൂഹം ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഇങ്ങനെ വർഗീയതയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന മറുഭാഗത്തെ നോക്കിക്കാണുന്നുണ്ട്. ഇതിനു വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും മെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങളെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓർമ്മയില്ലേ, പാലക്കാട് അവർ ശ്രീധരനെ കൊണ്ടുവന്ന് നിർത്തിയ സമയത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ട് കഴിഞ്ഞ കാലം അപേക്ഷിച്ച് പിന്നെ മോശമാവുന്നില്ലല്ലോ, കൂടുതൽ വോട്ടിന് ജയിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് AK അഷ്റഫിൻ്റെ വോട്ട് 10 മടങ്ങ് വർദ്ധിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും. എല്ലാ സമൂഹങ്ങളും അവിടെ സപ്തഭാഷകളുടെ സംഗമഭൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ സപ്തഭാഷകൾ എന്ന് പറയുമ്പോൾ ആ 7 ഭാഷകളും ഒരുമിച്ച് AK അഷ്റഫിനെ പിന്തുണക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും. പാലക്കാട് അപ്പോഴും LDF സ്ഥാനാർത്ഥിയെ പറ്റിയും അങ്ങനെ ഒരു പോളറൈസേഷൻ ശ്രമമാണെന്നുള്ള ആരോപണങ്ങൾ അല്ല, ഇവർ എന്തും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ 3ാം ഭരണം ഉണ്ടാക്കാൻ വേണ്ടി ഏതായാലും ഈ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇടതുപക്ഷത്തിന് സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം നോക്കും. പക്ഷെ അതൊന്നും വിലപ്പോകുന്ന തിരഞ്ഞെടുപ്പായിരിക്കില്ല ഇത്. അത്രമാത്രം ജനങ്ങൾ ഇതിനെ വെറുത്തിരിക്കുന്നത്. എന്താ സച്ചിദാനന്ദനാരാണ്? സച്ചിദാനന്ദനൊക്കെ പിന്നെ 1957 വിദ്യാർത്ഥിയായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഞാൻ മുട്ടായി വിതരണം ചെയ്തു ആദ്യത്തെ എൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അങ്ങനെയുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പറയാണ് 3ാം തവണ ഇതിനെ ഒരിക്കലും കൊണ്ടുവരരുതേ എന്ന് പറയുമ്പോൾ എന്താണ് മറ്റ് സാധാരണ ജനങ്ങളുടെ വികാരം എന്നതിൽ പ്രകടമാണ്. SKSF അടക്കം ആവശ്യപ്പെട്ടത് മഞ്ചേശ്വരത്തെ SDP സ്ഥാനാർത്ഥിനെ പിൻവലിക്കണമെന്നാണ്. അത് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്നാണ്. മുസ്ലിം ലീഗിന് അത്തരമൊരു ആവശ്യമുണ്ടോ? അല്ല, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പിൻവലിക്കണമെന്ന് പിൻവലിക്കുന്നതാണ് നല്ലത് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ SDP-യോടല്ല പറയുന്നത്. ശരിക്കും SDP-യെ നിർത്തിയവരോടാണ് പറയുന്നത്. SDP-യെ അവിടെ നിർത്തി BJP-ക്ക് സൗകര്യമൊരുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ
അവരെ പിൻവലിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. അത് പിൻവലിച്ചാലും പിൻവലിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളത് നേരിടുക തന്നെ ചെയ്യും.